ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആക്ച്വലി ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളുടെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിംഗ് എടുത്ത ഒരു വ്യക്തി എന്നോട് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ, ഇതൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ളത്. അതായത് ഇപ്പോൾ പലരും നമ്മളുടെ പേഴ്സണൽ റീഡിങ്ങിനകത്തൊക്കെ ഒരു ഗൈഡൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇനിയിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്, അതിനകത്ത് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ പോയാലാണ് നിങ്ങൾക്ക് മാറ്റം വരിക എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ളത് നോക്കാം. അതിനുശേഷം യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്ത് മെസ്സേജസ് ആണ് അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. നമുക്കിവിടെ ആദ്യമേ തന്നെ നോക്കുമ്പോൾ കാണാം ആ ഒരു ലവേഴ്സ് എനർജി. ദാറ്റ് മീൻസ് അത്ര അധികം ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനകത്താണ് ആ ഒരു തടസ്സം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു മറ, അതാണ് നിങ്ങളെ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്. നിങ്ങളെ തമ്മിൽ അകറ്റുന്നത് ഈ ഒരു കാര്യമാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ തന്നെയാണ്, ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം ഒരു ഉറച്ച ഡെസിഷൻ എടുത്ത വ്യക്തിക്ക് മാത്രമേ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരവസരത്തിൽ ആ ഒരു വ്യക്തിക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനുണ്ടാവില്ല, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ടാവാം, പിന്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. ഏത് തരത്തിൽ വേണമെങ്കിലും ആൾ പെരുമാറാം. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആൾ ഏതോ ഒരു സിറ്റുവേഷനിൽ കൺട്രോളായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ദാറ്റ് മീൻസ് ഇതിനകത്തുള്ള തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്ന ഒരു മറ വീണിട്ടുണ്ട്. ആ ഒരു മറയാണ് ഇവിടുത്തെ ആ ഒരു തേർഡ് പാർട്ടി എനർജി. അപ്പോൾ ആ ഒരു നിയന്ത്രണത്തിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ മാറി ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ ഈ ഒരു പേഴ്സൺ സാധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി വരണം. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം, പരസ്പരം പല കാര്യങ്ങളും മനസ്സിലാക്കാതെ സംസാരിക്കുന്നുണ്ടാവാം. നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു മറ, അതിവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥ. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഇന്നർ വോയിസ്, അല്ലെങ്കിൽ ഇന്നർ മൈൻഡ് അവർക്ക് യഥാർത്ഥ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇന്നതുപോലെ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കൂ എന്നുള്ളൊരു ഉത്തരം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലും, എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾക്കും നമ്മൾ ചിലപ്പോൾ എടുത്തിയാടാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ വിലക്കും, പോവല്ലേ, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യൂ, ഈ വഴിയിലൂടെ പോകൂ എന്നൊക്കെ നമുക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്കൊരു ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ പോകും. അല്ലാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വിട്ടുകളയും, അതിൻ്റെ തോന്നലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതത്ര കാര്യമാക്കണ്ട, ഗൗനിക്കേണ്ടതായിട്ടില്ല എന്ന് നമ്മൾ തന്നെ നമ്മളെ സ്വയം വിശ്വസിപ്പിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ഇന്നർ വോയിസ് എന്നുള്ളൊരു എനർജി ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതിനകത്തുള്ളതുപോലെ ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ഇത് ചൂസ് ചെയ്യൂ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് തിരഞ്ഞെടുക്കുന്നില്ല ആ ഒരു പേഴ്സൺ എന്നുള്ളതാണ്.
കാരണം അതിനോടൊപ്പം തന്നെ ഒരു ഇന്നർ വോയിസിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംഭവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലെ തോന്നലുകൾ വരും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ പോകണം എന്നുള്ളത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് തന്നെ ഉണ്ട്. അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് തന്നെ അതിനുള്ള ഒരു ഉത്തരവുണ്ട്. പക്ഷേ അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡ് അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരുടെ കോൺഷ്യസ് മൈൻഡ് തിരഞ്ഞെടുത്തത് ഇപ്പോഴുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് അല്ലെങ്കിൽ മാനസികാവസ്ഥയ്ക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പിടിവലി നടക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷൻ എനർജിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതിനകത്ത് നിൽക്കുന്ന സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനുമാണ് ഇതിനുള്ള നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. ഒരു പുകമറയ്ക്കകത്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു പേഴ്സണുള്ളത്. അതായത് ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് ആ പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മൈൻഡ് അവർക്ക് യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻറ്റ്യൂഷൻ, ആ ഒരു ഇന്നർ വോയിസ് യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അത് തിരഞ്ഞെടുക്കാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു മൗഢ്യത്തിൽ പെട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു പാസ്റ്റ് ലൈഫ് ടൈപ്പും കൂടിയുള്ള ഒരു ബന്ധം തന്നെയായിരിക്കും. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ആവുന്നവർക്കുള്ള ഗൈഡൻസ് മെസ്സേജ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് തന്നെ ബ്രോക്കൺ ഹാർട്ട് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇമേജിനകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും തുന്നിക്കൂട്ടി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഹൃദയമാണ്. അപ്പോൾ അത്രയേറെ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾ എത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് ഇതിനകത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാതെ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക, അല്ലെങ്കിൽ ആ ഒരു ബ്രോക്കൺ ഹാർട്ടായി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് തീരട്ടെ എന്നുള്ളതല്ല, അതിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു എനർജി നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു സിറ്റുവേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാരവും ചുമന്നാണ് നിങ്ങളിപ്പോഴും നടക്കുന്നതെങ്കിൽ അത് റിലീസ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഏത് കാര്യമാണോ നമ്മൾക്ക് ഒരുപാട് മുറിവുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് അപ്സെറ്റായി പോകുന്നത്, നമ്മൾ വിഷമിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുക. കാരണം നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമല്ല, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിനകത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നും കൂടി ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത്. സോ ആ ഒരു അൺവാണ്ടഡ് എനർജി, നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു എനർജി റിലീസ് ചെയ്യുക. നമുക്കിവിടെ ആ ഒരു ലവ് ആണ് നിങ്ങളെ വേദനിപ്പിച്ചതെങ്കിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് അത്യാവശ്യമാണ്. നമ്മളുടെ ഒരു മനസ്സ് ബാലൻസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതൊന്ന് പരുവപ്പെട്ട് വരണം, അതൊന്ന് ഹീലാവണം. അപ്പോൾ ഹീലിങ്ങിലേക്ക് പോകൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് സെൽഫ് കെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെയും കൂടി കാണിച്ചു തരാണ്. അപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് നമ്മൾ വളരെയധികം സ്റ്റക്കായിട്ട് മാനസിക വിഷമത്തോടുകൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് കെയറിലേക്ക് വരും. ആഫ്റ്റർ ഓൾ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ മാക്സിമം സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനകത്തേക്ക് കൂടുതലൊരു ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ ഒരു സെൽഫ് കെയർ അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ അത്യാവശ്യമാണ് എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ദി ടെമ്പിൾ പാത്ത് എന്നുള്ളൊരു കാർഡാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യമായിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് സമ്മാനിച്ചത് എന്തായിക്കോട്ടെ, ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇത് വെറുതെ നിങ്ങളിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു എനർജി അല്ല, അല്ലെങ്കിൽ വെറുതെ കയറി വന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് അല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്പിരിച്വൽ എവല്യൂഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സംഭവിച്ചിട്ടുള്ളത് അതിന് വേണ്ടി മാത്രമാണ് എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിനോടകം തന്നെ കുറച്ചുകൂടെ സ്പിരിച്വലി കണക്റ്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ ആ ഒരു സ്പിരിച്വാലിറ്റിക്ക് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ കാർമികമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ത്രൂ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അപ്പോൾ അത് അനുഭവിക്കുമ്പോഴത്തേക്കും അതിനുള്ള ഏതൊരു പ്രശ്നം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനൊരു പരിഹാരമുണ്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു പരിഹാരം എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു സ്പിരിച്വൽ വേ നിങ്ങളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾ ഇതിനോടകം തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല. കാരണം എന്തൊക്കെയാണോ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത് അതെല്ലാം നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കി ചെയ്തു പോരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദി വേൾഡ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ആ ഒരു വേൾഡ് എന്നുള്ള ആ ഒരു പേര് എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലോകം കുറച്ചും കൂടി വിശാലമാക്കാനായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് അതിനകത്ത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രോക്കൺ ഹാർട്ടായിട്ടുള്ള കാര്യമായിക്കോട്ടെ, അതിനകത്ത് മാത്രം ഫോക്കസ് കൊടുക്കുന്നു, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണൂ എന്നുള്ളതാണ്. നമ്മൾ കേവലം ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിയസിന് ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ആയിപ്പോകരുത്. നമുക്ക് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പോസിറ്റീവ്സ് ഒരുപാടുണ്ട്. അതും കൂടി നമ്മൾ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ഈ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. അതായത് ആ ഒരു 4th ചക്ര എനർജിയാണ് ആർക്കേഞ്ചൽ റാഫേൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് സെൽഫ് അക്സെപ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാർഡ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു 4th ചക്ര എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയാണ്. അപ്പോൾ ഹാർട്ട് ചക്രയ്ക്ക് ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് തന്നെ ഒറ്റപ്പെട്ടൊരവസ്ഥ, ആരെയും വിശ്വസിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും ഒരു സന്തോഷം ഉണ്ടാവില്ല. മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മളുടെ മനസ്സ് തന്നെ നമുക്ക് സന്തോഷമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്, നമ്മുടെ റിലേഷൻഷിപ്പ് തകർന്നിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും നല്ല രീതിയിൽ പോകുമ്പോൾ അതിനോടൊരു അസൂയ, നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ജലസ് ആവുന്ന ഒരവസ്ഥ. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ചെസ്റ്റ് പെയിൻ പോലെ തോന്നിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇങ്ങനെ പലതരത്തിലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്കൊരു സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല ഒരു കാര്യത്തിലും. ഇപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ വിഷമിക്കുന്ന കാര്യമല്ല, വേറെ പല സന്തോഷങ്ങൾ കയറി വന്നു കഴിഞ്ഞാലും അതിലൊന്നും മാനസികമായിട്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തൊരവസ്ഥ. ആ ഒരു ബ്ലോക്കേജ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ബ്ലോക്കേജ് മാറ്റാനായിട്ട് ശ്രമിക്കുക, അൺബ്ലോക്കിംഗ് ആക്കുക. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ മാനിഫെസ്റ്റേഷനോ എഫർമേഷനോ സ്പെൽ വർക്കോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും വർക്ക് ആവില്ല, അല്ലെങ്കിൽ അതിനൊന്നും വിചാരിച്ചൊരു റിസൾട്ട് കിട്ടില്ല. കാരണം നമ്മളുടെ മൈൻഡ് ഓപ്പൺ അല്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ തന്നെ അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റാണ് എന്ന് നമ്മൾ തന്നെ കരുതുക. ചിലർക്കൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ ഒന്നിനും കൊള്ളൂല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പോയത്, ഇങ്ങനെയൊക്കെയുള്ളത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ലവ് കമ്പാഷനൊക്കെ നമ്മളിലേക്ക് തന്നെ കടന്നു വരണം. ഇപ്പോൾ പലർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ അത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ നിന്നിട്ടുള്ളത്. നിങ്ങളുടെ വർത്തമാനം അല്ലെങ്കിൽ സംസാരം അല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നതിന് ആ ഒരു തരത്തിലായിരിക്കും. അപ്പോഴാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ദൃഢമാവുന്ന ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അതേ എനർജിയിലേക്ക് തന്നെ നമ്മൾ വരണം. ആ ഒരു ഡൗൺ എനർജി, നെഗറ്റീവ് എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് ആ ഒരു ബ്ലോക്കേജ് തീർച്ചയായിട്ടും മാറ്റണം. അപ്പോൾ അതിന് ഹാർട്ട് ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത്രയും ഒരു ഫ്രീ ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ ആയിക്കോട്ടെ, നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ റിലീസ് ചെയ്ത് വളരെയധികം ഹാപ്പി ആയിട്ട് നമ്മളെ തന്നെ നമ്മളൊരു സെൽഫ് കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു കമ്പാഷൻ ഇതെല്ലാം മടങ്ങി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. കമ്മ്യൂണിറ്റിയാണ് നമുക്കിവിടെ നെക്സ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇരിക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ള ആ ഒരു ലോൺലിനെസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് കഴിവതും മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർ റിലേഷൻഷിപ്പിലൊക്കെ പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏറ്റവും ചിലർക്ക് കസിൻസ് ആയിരിക്കും കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവുന്നത്, ചിലർക്ക് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സൗഹൃദ വലയമായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളായിക്കോട്ടെ, അവിടെയൊക്കെ കുറച്ചുകൂടെ സമയം ചിലവഴിക്കുക. നമ്മൾ മാക്സിമം ഒറ്റപ്പെട്ടു പോയേ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം കുറച്ചുകൂടി സോഷ്യൽ ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി അതിനകത്തൊക്കെ മാക്സിമം ഇടപഴകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില വ്യക്തികൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും, അതെല്ലാം വീണ്ടും ഒന്നും കൂടി റിന്യൂ ചെയ്ത് പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചിലരാണെന്നുണ്ടെങ്കിൽ ഡാൻസിനായിരിക്കും ചേരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു സന്തോഷം കിട്ടുന്നത് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തിരക്കുകൾ കൊണ്ട് മാറ്റി വെച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ. ഇപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവർ ഒരു ജോബ് കണ്ടുപിടിച്ച് അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ വളരെ ഒറ്റപ്പെട്ട് ഐസൊലേറ്റ് ആയി പോവാതെ കഴിവതും മറ്റുള്ളവരോടുമായിട്ട് ഒന്ന് എൻഗേജ് ആവാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് എൻഗേജ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഫൈനൽ കാർഡ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ജസ്റ്റിസ് പോലെയുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഈ സഫർ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസപ്റ്റീവായിട്ടിരിക്കുക. എപ്പോഴും നമ്മളിലേക്ക് പോസിറ്റീവ് കാര്യം വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സോടുകൂടി നമ്മളിരിക്കണം. നമ്മളുടെ മനസ്സ് കുട്ടിയടച്ച് വെക്കരുത്. അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് ഇവിടെ നിങ്ങളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം, നിങ്ങളുടെ ഒരു എനർജി എങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ മുന്നോട്ട് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങൾക്ക് എതിരായിട്ട് ഇടയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ കഴിയാത്തത് അതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ആദ്യകാലത്തുള്ള വീഡിയോസിലെല്ലാം ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസം മുൻപുള്ള വീഡിയോസിനകത്ത് ഒരുപാട് തവണ നമ്മൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബോണ്ടിങ് കണക്ഷന് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ്, എഫർമേഷൻസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ഒരു തേർഡ് പാർട്ടി എനർജി അത്രത്തോളം ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് വേണ്ടതും തേർഡ് പാർട്ടി റിമൂവൽ എനർജിയാണ്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് പഴയതുപോലെ മടങ്ങി വരാനായിട്ട് ആവശ്യം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്, കോഡ് നമ്പറാണ്. ഗ്രാബോവോയ് കോഡ് എന്ന് പറയും. ആ ഒരു ഗ്രാബോവോയ് നമ്പറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ നേരത്ത് നമ്മൾ അത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്യുക. മാത്രമല്ല ഈ ഒരു ഗ്രാബോവോയ് കോഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സ് എങ്കിലും ഞാനിപ്പോൾ പറയാൻ പോകുന്ന നമ്പർ നിങ്ങളുടെ ലെഫ്റ്റ് കൈയിൽ റിസ്റ്റിൽ എഴുതുക. റിസ്റ്റിൽ എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും ഉൾഭാഗത്തിലേക്ക് വേണം എഴുതാൻ. നിങ്ങളുടെ റിസ്റ്റിൻ്റെ ഉൾഭാഗത്തായിട്ട് ബ്ലൂ പെൻ കൊണ്ട് എഴുതുക. അപ്പോൾ ആ നമ്പർ ഞാനിവിടെ പറയാം, അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കൊടുക്കാം. 66421943 ഇതാണ് ഈ ഒരു നമ്പർ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നമ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഒരു 108 തവണ ഈ ഒരു നമ്പർ ചാൻറ്റ് ചെയ്യുന്നതും നല്ലതാണ്. അത് ചാൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ മന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ശാരീരിക ശുദ്ധി വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മളുടെ മൈൻഡിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളുടെ മനസ്സ് സ്വസ്ഥമായിട്ട് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു കാലയളവിൽ ഒരിക്കലും നമ്മളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇടപഴകുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ അവർക്കായിട്ട് നമ്മൾ കൊടുക്കരുത്. കാരണം പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുന്നത് അവരുടെ ഒരു പോസിറ്റീവ് സൈഡായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് എനർജി കൊടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു തരത്തിലല്ല നിങ്ങളുടെ വിഷ്വലൈസേഷനും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിനകത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നു. അവരെ കൊണ്ടുള്ള ഒരു ഉപദ്രവം മാറിക്കിട്ടുന്നു. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു തോന്നലിൽ തന്നെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു 10 ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തിട്ട് കിട്ടുമോ എന്ന് ചിന്തിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് തലപുകച്ച് ആലോചിക്കുന്നതൊക്കെ കാണാം. ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു പൈസയുടെ ചിലവോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഒരു മൈൻഡാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് പ്രതീക്ഷിക്കുകയേ വേണ്ട. നമ്മൾ എനിക്ക് ഇന്നതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലല്ല, ലെറ്റ് ഇറ്റ് ബി ഫ്രീ എന്ന് പറയുന്നത് പോലെ നമ്മൾ വളരെ ഒരു
എന്താ പറയുക, നമ്മളൊരു ഗെയിം ചെയ്യുന്ന പോലെയാണെന്ന് മനസ്സിനകത്ത് വിചാരിച്ചാൽ മതി. നമ്മളതിൽ പ്രത്യേകിച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 21 ഡേയ്സ് എന്നുള്ളത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ലെങ്തി ആക്കി കൂട്ടാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിനകത്തും എഴുതിയിടാവുന്നതാണ് ഫോർ ദ റിമൂവൽ ഓഫ് തേർഡ് പാർട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.